പിന്നെ ശംസുൽ ഉലമാ റഹിമഹുള്ളയുടെ താരീഖില് ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ശംസുൽ ഉലമ വരെ എന്നൊരു പുസ്തകമുണ്ട്. അതില് ശംസുൽ ഉലമയുടെ മകളായിരുന്ന ഹലീമ, കുറ്റിക്കാട്ടൂരിൽ താമസിച്ചിരുന്ന ഹലീമ എന്ന മകള് വാപ്പാനെ പറ്റി ഒരു അനുഭവം പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഉമ്മ മരിച്ചതിന് ശേഷം വാപ്പ മക്കളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പോയി താമസിക്കൽ പതിവുണ്ട്. അങ്ങനെ 9 മാസം എന്റെ വീട്ടിൽ വാപ്പ താമസിച്ചു. വാപ്പ താമസിക്കാൻ വന്നത് മുതൽ ഞാന് വാപ്പാക്ക് വേണ്ട എല്ലാ ഖിദ്മത്തുകളും ചെയ്യും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വാപ്പ സംസാരിക്കുകയേയില്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കുന്നില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല എന്നൊന്നുമില്ല, പാടുണ്ട്, പക്ഷെ നല്ലതേ പറയാൻ പാടുള്ളൂ എന്ന് മാത്രം. ഒന്നുകിൽ അള്ളാഹുവിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഭക്ഷണത്തെ കുറിച്ച് പറയാം. ഇങ്ങനെ നല്ല സംസാരങ്ങൾ എന്തെങ്കിലും നടത്താം. അങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ വാപ്പ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോകും. വാപ്പാക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നുകിൽ കട്ടൻ ചായയോ അല്ലെങ്കിൽ കൂവപ്പൊടി കൊണ്ടുണ്ടാക്കിയ വെള്ളമോ ഉണ്ടാക്കിയിട്ട് വാപ്പാന്റെ കട്ടിലിന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കും. അങ്ങനെ വാപ്പ കിടക്കാൻ വേണ്ടി പോകും. ഞാനൊരു 12:30 മണിയാകുമ്പോ ഉറക്കം വരാതെ കിടക്കുമ്പോ വാപ്പ എന്താ ചെയ്യണത് നോക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ചെന്ന് വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുമ്പോ കട്ടിലിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് മുകളിലൂടെ ഒരു പുതപ്പിട്ടിട്ട് വാപ്പ സ്പീഡിൽ തസ്ബീഹ് മാല മറിക്കുന്നത് കാണാം. ഉറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു 2 മണിക്ക് ഒന്നുകൂടി മൂത്രയിക്കാൻ നീക്കുമ്പോ മെല്ലെ ചെന്നിട്ട് വാപ്പ എന്താ ചെയ്യണത് നോക്കാൻ വേണ്ടിയിട്ട് വാതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോ വാപ്പ അതേ ഇരുത്തമിരുന്ന് തസ്ബീഹ് മാല സ്പീഡിൽ മറിക്കുന്നത് കാണും. അങ്ങനെ ഒരു 3 മണിക്ക് വീണ്ടും ചെന്നാലും വാപ്പ അതേ ഇരുത്തിയിരിക്കുന്നുണ്ടാവും. നേരം പുലർന്നാൽ സമസ്തയുടെ യോഗങ്ങൾക്ക് വേണ്ടി പോവുകയും ചെയ്യും. മിക്കവാറും മഗ്‌രിബിന് മുമ്പ് വാപ്പ വീട്ടിലെത്തും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കുകയില്ല. ഇശാ നിസ്കരിച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടുകാരും ചോദിച്ചറിയും. രാത്രി ദിക്റും തസ്ബീഹിലുമായി കഴിയും. ഞങ്ങളമ്മ ഞങ്ങളോട് എപ്പോഴും പറയലുണ്ട്, മക്കളെ ഞമ്മളെ വാപ്പ ഒരു സാധാരണ വാപ്പയാണ് എന്ന് കരുതരുത് ട്ടോ. അതാണ് ശംസുൽ ഉലമാ റഹിമഹുല്ലാ എന്ന് പറഞ്ഞത്. ഒരു 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ശംസുൽ ഉലമാ റഹിമഹുല്ലാ എന്ന് പറയുന്നത്. ഒരേ സമയത്ത് ഔലിയാക്കളുടെ റൂട്ടിലും അതേ സമയത്ത് സാധാരണക്കാരുടെ റൂട്ടിലും. ഒരു കാര്യം എന്റെ ഇടയിൽ മനസ്സിലാക്കേണ്ടത്, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കുകയേ ഇല്ലാത്ത ശംസുൽ ഉലമാ റഹിമഹുല്ലാ സമസ്തന്റെ സമ്മേളനം ഉണ്ടെങ്കിൽ വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ദിക്റിനേക്കാൾ പ്രാധാന്യമുണ്ട് സമസ്തയുടെ സമ്മേളനത്തിന്. അതുകൊണ്ടുള്ള ശംസുൽ ഉലമ വരുന്നത്. ശംസുൽ ഉലമയെ കണ്ട ആളുകൾക്കറിയാം. ശംസുൽ ഉലമനെ എങ്ങനെ കാണുള്ളൂ എന്ന് പറയുന്നത്, ഒന്നുകിൽ വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടാണ് കാണുക, അല്ലെങ്കിൽ തസ്ബീഹ് മാല കൊണ്ട് ദിക്ർ ചെല്ലുന്നതായിട്ടേ കാണുള്ളൂ, അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നതായിട്ടാണ് ശംസുൽ ഉലമയെ കാണുക. ഈ മൂന്നുമല്ലാത്ത അവസ്ഥയിൽ മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലയെ കാണാൻ പ്രയാസാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സമസ്തയുടെ പൊതുയോഗം ഉണ്ടായാൽ വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇത് എന്നല്ലേ. നമ്മളെ നാട്ടിക ഉസ്താദ് ഈ ഒരിക്കല് തിരുവനന്തപുരത്ത് ഒരു ട്രെയിനിങ് പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചുത്രേ, ഇങ്ങള് ഏതെങ്കിലും പള്ളിക്ക് ദർസ് നടത്തി ദിക്റും സലാത്തും ചൊല്ലിങ്ങാണ്ട് കൂടിയാ പോരെ, ഈ പൊതുയോഗത്തിനും ട്രെയിനിങ്ങിനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ വരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്രേ, ഞാനേ ഇത് ദിക്റും സലാത്തും ചെല്ലുന്ന പരിപാടി തന്നെയാണെന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഇതിനും അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി ലഭിക്കും എന്ന് കരുതിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു എന്നാണ്. കൂട്ടത്തിൽ പറയാ സമസ്തന്റെ സമ്മേളനം വരുന്നുണ്ട്. സമസ്തന്റെ 100-ാം വാർഷികം വരുന്നുണ്ട്. 100 കൊല്ലം മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിനെ സംരക്ഷിച്ചു നിർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. സമസ്തന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞത് ഈമാനാണ്. ഈമാനും ശരീഅത്തും.
ശരീഅത്തിന്റെ നിയമങ്ങളും ഈമാനും അതിൽ അഭിപ്രായം പറയാ, അതിൽ തീരുമാനം പറയാ. ഇതാണ് സമസ്തയുടെ ഡ്യൂട്ടി. ബാക്കിയുള്ളതൊക്കെ അനുബന്ധാണ്. സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, കോളേജ് ഉണ്ടാക്കുക, സ്കൂൾ ഉണ്ടാക്കുക, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കുക, അതൊക്കെ അനുബന്ധാണ്. അത് നടന്നാലും വേണ്ടില്ല, നടന്നില്ലെങ്കിലും വേണ്ടില്ല. ഈമാനിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാ, ശരീഅത്തിന്റെ നിയമത്തിൽ അഭിപ്രായം പറയാ, അതിൽ സമസ്തയെ സംബന്ധിച്ചൊരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ അതുകൊണ്ട് സമസ്തന്റെ 100ാം വാർഷികം എന്ന് പറഞ്ഞത് ആദർശത്തിന്റെ പ്രചരണമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശമാണ് ഇസ്ലാമിന്റെ ശരിയായ ആദർശം എന്ന് പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ് ഇസ്ലാമിന്റെ ശരിയായ ആദർശം. അതുകൊണ്ട് സമസ്തയുടെ വാർഷിക പരിപാടി എന്ന് പറഞ്ഞത് സുന്നി ആദർശങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രാദേശികമായും അല്ലാതെയും ഒക്കെയായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കണം. മരിച്ചുപോയാല് 3 കാര്യങ്ങളാണ് മാതാപിതാക്കൾക്ക് കിട്ടുക എന്ന് പറഞ്ഞില്ലേ. ഒന്ന് ജാരിയായ സ്വതക്ക, രണ്ടാമത്തേത് ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരമെടുക്കപ്പെടുന്ന അറിവ്, മൂന്നാമത്തേത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. ശ്രദ്ധിക്കണേ, 2 കാര്യങ്ങളാണ് മക്കൾ ഉപകാരം ചെയ്യാൻ. ഒന്ന് സ്വാലിഹാവണം, 2 ദ്വാരക്കണം. അപ്പൊ ഇനി നമുക്കൊരു കാര്യം മനസ്സിലാവും, ദ്വാരക്കാത്ത സ്വാലിഹുണ്ട്, സ്വാലിഹല്ലാത്ത ദ്വാരക്കുന്ന ആളുണ്ട് എന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ദ്വാരക്കും വേണം സ്വാലിഹാവും വേണം എന്ന് പറഞ്ഞത്. സ്വാലിഹാണ്, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരും, 5 വക്തിന് ജമാഅത്തിന് വരും, വാപ്പാന്റെ ഖബറിന് പോകൂല, ഒരു കാര്യമില്ല. സുന്നിയല്ല. ആണ്ടിന് വലിയ പരിപാടിയൊക്കെ നടത്തും, തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളി പരിപാടിയാണ്. നിക്കരിച്ചില്ല, പടിഞ്ഞാട്ടും ഇന്ത്യയിലും കേക്കോട്ടെ ഉഗ്ഗുള്ളൂ, കാര്യമില്ല. മക്കളെ കൊണ്ട് കാര്യം കിട്ടണം, 2ഉം വേണം. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. നമ്മളൊരു നാട്ടിൽ ചെന്നു വിചാരിക്കുക, അവിടെ പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളുണ്ട്. ഓ ഏതാന്ന് ചോദിച്ച ആൾക്കാർ പറയും ഓൻ ജമാഅത്താണ് പറയും. നല്ല താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരാളുണ്ട്, ഓൻ ഏതാന്ന് ചോദിച്ച ആൾക്കാർ പറയും ഓൻ മുജാഹിദാണ് പറയും. അത് 2ഉം അല്ലാത്ത അങ്ങാടിയിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണ ചില ആൾക്കാരുണ്ടാവും. അത് ഏതാന്ന് ചോദിച്ച ആൾക്കാർ പറയും ഓൻ സുന്നിയാണ് പറയും. ആരെ പോനെ സുന്നി കൂട്ടിയത്? സുന്നി എന്നാണ് നിക്കരിച്ചാത്തോന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. സുന്നി തന്നെ നോൽമ്പോൽക്കാത്തോനെന്നാ അല്ലല്ലോ. പിന്നെ വേറെന്താ വെച്ചാൽ നമ്മളൊരു ഗുണം എന്താ വെച്ചാൽ അല്ലാന്ന് നമ്മൾ പറയില്ല. ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാന്ന് നമ്മൾ പറയില്ല. കാരണം നമ്മൾക്ക് ഒരാളെ കാഫിറാക്കണ പരിപാടിയോ മുസ്ലിക്കാക്കണ പരിപാടിയോ ഒന്നുമില്ല. ഒരാൾ പരമാവധി എങ്ങനെ മുസ്ലിമാണ് നോക്കും, ഓൻ രക്ഷപ്പെടാൻ എന്താ വഴിയുള്ളത് നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുക. അതുകൊണ്ട് അല്ലാന്ന് നമ്മൾ പറയില്ലാന്നേ ഉള്ളൂ. സംഗതി സുന്നി ആവണമെങ്കിൽ നിക്കരിച്ചണം, സുന്നി ആവണമെങ്കിൽ നോൽമ്പ് വെക്കണം, സുന്നി ആവണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകണം. അതിന്റെ ഒക്കെ പുറമെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഉണ്ടാകണം. പക്ഷേ ഒരു കാര്യമുണ്ട്, വിശ്വാസം എന്നത് അസ്ലാണ്, അമല് ഫർആണ്. ശ്രദ്ധിക്കണേ, വിശ്വാസം അസ്ലാണ്, അടിസ്ഥാനമാണ്. അമലു സ്വാലിഹാത്ത് എന്നത് ഫർആണ്. ഫർഇല്ലാത്ത അസ്ൽ കൊണ്ട് കാര്യം ഉണ്ടാവും, അതേ സമയത്ത് അസ്ലില്ലാത്ത ഫർ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ? റബീഉൽ അവ്വൽ 12-ന് സജീവമാകുന്ന കുറെ കുട്ടികളുണ്ടാവും, വേറെ ഒന്നിലും ഉണ്ടാവില്ല റബീഉൽ. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്താ ഇപ്പൊ റബീഉൽ അവ്വലിന് മാത്രം ഇങ്ങോട്ട് സജീവമായിട്ട് കാര്യമുണ്ട്. മുത്തുനബിയോടുള്ള താല്പര്യം അസ്ലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ലുണ്ടെങ്കിൽ ഫർ ഇല്ലെങ്കിലും പ്രയോജനമുണ്ട്. അതേ സമയത്ത് അസ്ലില്ലാത്ത ഫർ കൊണ്ട് പ്രയോജനമില്ല. ഞാൻ 40 ആള് തികയായിട്ട് പാടത്ത് പോയി കന്നൂട്ടുന്ന ആളെ വിളിച്ചു വരുത്തി കൊണ്ടെന്ന് പള്ളിക്കുളത്തുനിന്ന് കുളിപ്പിച്ചിട്ട് കള്ളിത്തുണി കുത്തിത്തിരുമ്പിയിട്ട് 40 ആളെ തികച്ചിട്ട് ജുമുഅ നടത്തിയെന്ന കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അന്ന് മരിക്കാൻ നേരത്ത് പാടത്തുനിന്ന് കയറി വന്നിട്ട് മറിയമോ കഞ്ഞിന്റെ വെള്ളം ചൂടുള്ളതുണ്ടോന്ന് ചോദിച്ചിട്ട് 2 കല്ല് ഉപ്പിട്ടുങ്ങാണ്ട് ചൂട്
ചൂടുള്ള കഞ്ഞിവെള്ളാണ് കുടിച്ചിട്ട് കട്ടിലുമ നീണ്ടു നീർന്നാണ് കടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് പഴയ കാലത്തെ ആൾക്കാർ മൗത്തായത്. എന്നാൽ റമദാൻ മാസായാല് അങ്ങാടിത്തെ പള്ളിക്കത്തെ ഹൗലക്ക് വെള്ളം അടിച്ചിട്ടും തികണില്ല, കയറിയിട്ടാണ് നിസ്കരിച്ചിട്ട് മരിക്കുമ്പോ എത്ര പേര് കലിമ ചൊല്ലുന്നുണ്ട് എന്നതൊരു പ്രശ്നല്ലേ? അസ്ലില്ലാത്ത ഫർദ് കൊണ്ട് കാര്യമില്ല, അതേ സമയത്ത് ഫറയില്ലാത്ത അസ്ല് കൊണ്ട് കാര്യമുണ്ട്. അസ്ലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞത്. സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുത്തുനബിയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അതുകൊണ്ട് മഹത്തുക്കളായ മുൻഗാമികളെ നമ്മൾ അനുസ്മരിക്കാൻ. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 10 ദഅവാ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടില് 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ 10,313 ദഅവാ പ്രവർത്തകന്മാർ. ഇപ്പോ വിദ്യാഭ്യാസ ബോർഡ് ഇ ലേണിംഗ് എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് ഇ ലേണിംഗ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് 10 അല്ലെങ്കിൽ 12 ക്ലാസ്സുകൾ നടക്കും. 40 ആൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും അതിൽ ജോയിൻ ചെയ്യാവുന്ന വെർച്വൽ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മദ്രസ. അങ്ങനെയുള്ള ഇ ലേണിംഗ് മദ്രസക്ക് വേണ്ടിയിട്ടുള്ള ഒരു വില്ലേജ്, ഒരു പ്രദേശം മുഴുവനായിട്ടും അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള 10 ദഅവാ പ്രോജക്റ്റുകൾ അതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പിരിവാണ് തഹിയ്യ എന്ന് പറയുന്ന പിരിവ്. അപ്പോ ഇവിടെ കണ്ട് അതിന്റെ ഒരു ആപ്ലിക്കേഷനാണ്, മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പൈസ അയച്ചു കൊടുക്കാണ് വേണ്ടത്. എല്ലാവരും കയ്യും പോലെ അതിൽ പങ്കാളിയാവണം, കയ്യണതിനനുസരിച്ച് അതിൽ പങ്കാളികളാവണം. സമസ്തയുടെ 100ാം വാർഷികത്തോട് അനുബന്ധിച്ച് 10 ദഅവാ പ്രോജക്റ്റുകളാണ്. അതിന്റെ ഒപ്പം സമ്മേളനം നടക്കണം. അപ്പോ 1 നമ്മൾ ശരീരം കൊണ്ട് ഒപ്പം ഉണ്ടാവണം, 2 മനസ്സുകൊണ്ട് ഒപ്പം ഉണ്ടാവണം, 3 കഴിയണതിനനുസരിച്ച് സമ്പത്ത് കൊണ്ടും കൂടെ ഉണ്ടായിരിക്കണം എന്ന് സാന്ദർഭികമായി പറയാം. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത് ഒരു കാലഘട്ടത്തിലെ കുത്തുബാണ്. വിലായത്ത്, ഇൽമ്, സിയാദത്ത് 3ഉം യോജിച്ച മനുഷ്യനാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബാപ്പ. വീട്ടില് ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് അസറിന്റെ ശേഷം കസാല കടപ്പുറത്തേക്ക് ഇറക്കിയിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ആളുകളെ കാണലായിരുന്നു പതിവ്. അതിനത്ര ആളൊരു ദിവസം വരും വരക്കൽ മുല്ലക്കോയ പാപ്പാനെ കാണാൻ വേണ്ടിട്ട്. അറക്കൽ രാജകൊട്ടാരത്തിലെ, അറക്കൽ അലി രാജയുടെ രാജകൊട്ടാരത്തിലെ മതകാര്യ ഉപദേഷ്ടാവായിരുന്നു ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്നത്. കോഴിക്കോട് നിന്ന് കണ്ണൂർ അരക്കൽ രാജകൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടി മഹാനവറുകൾക്ക് സ്വന്തമായി കൊട്ടാരം വക മഞ്ചൽ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്കും കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കും പോകുമ്പോ ദാഹിച്ചാൽ വെള്ളം കുടിക്കാൻ വേണ്ടി കൊട്ടാരം വകയായി റോഡ് സൈഡിൽ തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ നിലയിലും കാമിലായ ഒരു മനുഷ്യനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വാപ്പ എന്ന് പറഞ്ഞത്. മഹാനവറുകൾ ഉണ്ടാക്കിയതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഏതൊരു വിഷയത്തിന്റെ ഫള് പരിശോധിക്കുമ്പോൾ ഒന്നാമത് പരിശോധിക്കുക അതാരുണ്ടാക്കിയതാണ്. എന്തിന്റെ ഒരു കമ്പനി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഫള് പരിശോധിക്കുമ്പോൾ ആദ്യം പരിശോധിക്കുക അതാരാ ഉണ്ടാക്കിയതെന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഫള് എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം വരക്കൽ മുല്ലക്കോയ തങ്ങൾ വാപ്പ ഉണ്ടാക്കിയതാണ് എന്നതാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ വാപ്പ ശരീഅത്ത് മാത്രല്ല, ബഹുമാനപ്പെട്ട പുതിയാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ അബ്ദുൽ ബാരി മുസ്ലിയാർ എന്നിവരൊക്കെ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളെടുത്ത് തന്നെയാണ്. പക്ഷെ ത്വരീഖത്ത് പരസ്യമായിരുന്നില്ല എന്ന് മാത്രം. ശരീഅത്തിന്റെ കാര്യങ്ങളാണ് പരസ്യമായി അവർ കൊണ്ടു നടന്നിരുന്നത് എന്ന് മാത്രം. വിലായത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള വിലായത്തും ഇൽമും സിയാദത്തും ഒരുമിച്ച് അപൂർവ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. സയ്യിദുമാണ്, ആലിമുമാണ്, വലിയുമാണ്, അങ്ങനത്തെ അപൂർവ ആൾക്കാരെ ഉണ്ടാകുക.
മൂന്നും കൂടി ചേർന്നത്. നമ്മളെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട അസരി തങ്ങൾ പാപ്പുണ്ടായിരുന്നു, സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന അസരി തങ്ങള്. ആലിമാണ്, സയ്യിദാണ്, വലിയ അപൂർവ ആൾക്കാരാണ് അങ്ങനെ ഉണ്ടാവുക. അതിൽപ്പെട്ട ആളാണ് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആലിമാണ്, സയ്യിദാണ്, വലിയ. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടാക്കിയതാണ്. അതന്നെയാണ് നമ്മളതിന്റെ പിന്നിൽ നിൽക്കുന്നതിന്റെ കാരണവും. അപ്പൊ നമ്മളിവിടെ മഹത്തുക്കളായ കുറെ മുൻഗാമികളെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഹിജ്റ 471 ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവർകൾ ജനിക്കുന്നത്. കൈലാൻ എന്നും പറയാറുണ്ട്. അത് നമ്മള് ദൂരെ എവിടെയെങ്കിലും ചെന്നിട്ട് നാട് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടക്കെന്നറിയും. കോട്ടക്കൽ എവിടെയെന്ന് ചോദിച്ചാൽ തവളഞ്ചനയാണ് എന്ന് പറയും പോലെയാണ് ജീലാനി കൈലാനി എന്ന് പറയുന്നത്. ഒന്ന് വലിയ പ്രദേശമാണ്, ഒന്നൊരു ഉൾനാടൻ പ്രദേശമാണ്. അപ്പൊ ഗൗസുൽ ആദമിന്റെ പേരിന്റെ കൂടെ കൈലാനി എന്നും ജീലാനി എന്നും പറയലുണ്ട്. നമ്മളെ മുഹിയുദ്ദീൻ മാലയില് ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ കൈലാനി എന്നോവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ. അവിടെ കൈലാനി എന്നാ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ 471 മഹാനവറുകൾ ഹിജ്റ 500 ശേഷം വഫാത്താവുകയും ചെയ്തു. 91 വയസ്സ്. 25 വയസ്സ് വരെ നാട്ടിൽ ഉമ്മാന്റെ അടുത്ത് പഠിച്ചു. പിന്നെ 25 കൊല്ലം ഇൽമിന് വേണ്ടി ചുറ്റി നടന്നു. 40 കൊല്ലം വയല് പറഞ്ഞു. 65 കൊല്ലം കച്ചവടം നടത്തി. നാട് വിട്ട് 25-ാം വയസ്സ് മുതൽ കച്ചവടം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 65 കൊല്ലം കച്ചവടം നടത്തിയിട്ടുണ്ട്. കച്ചവടത്തിന്റെ കൂടെ ദർസുണ്ട്, വയലുണ്ട്, ഇൽമ പഠനവും ഉണ്ട്. അങ്ങനെയായിരുന്നു മഹാനവറുകൾ. 25 കൊല്ലം നാട്ടില്, 25 കൊല്ലം വിദേശത്ത്, 40 കൊല്ലം വയല്. 25 ആണ്ടോളം ചുറ്റി നടന്നോവര് ഇരിയനായകൽ കേട്ടാരേയിരുന്നോവര്. 40 ഇറ്റാണ്ടോളം വയത് പറഞ്ഞോവര് നന്നായി 90 കൊല്ലം ഇരുന്നോവർ. ഗൗസുൽ ആദം 91 വയസ്സാണ് താരീഖിൽ കാണുന്നത്. മുഹിയുദ്ദീൻമാലയിൽ 90 വയസ്സ് എന്നാണ്. 90 പൂർത്തിയായി, 91 വഫാത്തായി എന്നർത്ഥത്തിലായിരിക്കാം 90, 91 എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ അനുസ്മരിക്കുന്നത് മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലയെയാണ്. 20-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ മനുഷ്യനാണ് ശംസുൽ ഉലമാ റഹിമഹുല്ല എന്ന് പറയുന്നത്. മഹാനവറുകളുടെ കാഴ്ചപ്പാടുകൾ, മഹാനവറുകളുടെ അഭിപ്രായങ്ങൾ, ശംസുൽ ഉലമയുടെ സംഘാടന മികവ്, ശംസുൽ ഉലമയുടെ അഭിപ്രായം, ശംസുൽ ഉലമയുടെ വ്യക്തിത്വം ഗാംഭീര്യമുള്ള വ്യക്തിത്വമാണ്. എന്നാൽ പെരുമാറിയാലോ വളരെ സോഫ്റ്റാണ്. ഒരു നല്ല മനുഷ്യനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തൊരുമിച്ച് ചേർന്ന മനുഷ്യൻ, അതാണ് ശംസുൽ ഉലമാ റഹിമഹുല്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അനുസ്മരിക്കുന്നത് കണ്യത്ത് ഉസ്താദിനെയാണ്. ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖൻ കണ്യത്ത് ഉസ്താദ്. കണ്യത്ത് ഉസ്താദിന്റെ താരീഖിൽ പറയുന്നുണ്ട്, കണ്യത്ത് ഉസ്താദ് ദർസ് നടത്തുന്ന പള്ളിക്ക് ഒരു ദിവസം ആൾക്കാർ വന്നിട്ട് മഴയില്ലായിട്ട് പരാതി പറഞ്ഞു. അങ്ങനെ ഉസ്താദ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മഴക്ക് വേണ്ടിയിട്ട് തോരുന്നു. പക്ഷെ മഴ പെയ്തില്ല. രാവിലെ സുബ്ഹിക്ക് ജമാഅത്തിന് വരുമ്പോ കമ്മറ്റിക്കാരനായ ആരോ ഒരു തമാശക്കാരൻ കാലിന്റെ മടമ്പ് കുത്താതെ വിരല് മാത്രം ഇങ്ങനെ കുത്തിയിട്ട് നടന്നുത്തരേ. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചു, എന്താ അങ്ങനെ നടക്കണതെന്ന്. അതിൽ മൂപ്പര് തമാശയെ പറഞ്ഞു, മഴ അങ്ങോട്ട് പെയ്തിട്ട് ചളിയോണ്ട് കാല് വെക്കാൻ വെച്ചായിട്ടാന്ന് പറഞ്ഞു. ഈ വിവരം കണ്യത്ത് ഉസ്താദ് അറിഞ്ഞു. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുണ്ടല്ലോ. ഈ വിവരം കണ്യത്ത് ഉസ്താദ് അറിഞ്ഞു. ഇങ്ങനെ ഒരാൾ കാട്ടിയിട്ടുണ്ട്, വർത്താനം ഇങ്ങനെ പറയും ചെയ്തിട്ടുണ്ട്. അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കണ്യത്ത് ഉസ്താദ് ദർസ് നടത്തിയില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്താ ദർസ് നടത്താത്തതെന്ന് ചോദിച്ചോ പറഞ്ഞു, പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ട് ഇനി ദർസുള്ളൂ എന്ന് പറഞ്ഞു മുഴുവനാണ് എന്റെ മുമ്പ് മഴ പെയ്തു എന്നുള്ളതാണ് കണ്യത്ത് ഉസ്താദിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ സുന്നികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മളോട് വന്നിട്ടേ ഒന്ന് ദ്വാരപ്പിക്കാൻ എവിടെയെങ്കിലും പോകാൻ പറ്റിയതുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്. അതേസമയത്ത് സുന്നി അല്ലാത്ത ഒരാളെടുത്ത് ഒന്ന് ദ്വാരപ്പിക്കാൻ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാലേ അതേ ജനം ദ്വാരനോട് അറിയും, പറയാൻ പറ്റിയ സ്ഥലം ഉണ്ടാവില്ല. നമ്മളെ മാത്രം പ്രത്യേകത. പിന്നെ നമ്മൾ അനുസ്മരിക്കുന്നത് ശംസുൽ ഉലമാ റഹിമഹുല്ലയെയാണ്. പിന്നെ നമ്മൾ അനുസ്മരിക്കുന്നത് കണ്യത്ത് ഉസ്താദിനെയാണ്. പിന്നെ നമ്മൾ അനുസ്മരിക്കുന്നത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെയാണ്.
അതിപരിസ്ഥാനെ പിന്നെ മിക്കവാറും ഇരിക്കണയിൽ ചെറിയ കുട്ടികൾ വെച്ച് ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ദീനിന്റെ ജീവിക്കുന്ന തെളിവ്. റിയാദുസ് സാലിഹിൽ എന്തുണ്ടോ അതൊക്കെ ജീവിതത്തിലുള്ള മനുഷ്യൻ. അതാണ് അത്തിബർ ഉസ്താദ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് അത്തിബർ ഉസ്താദിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവരുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളണം, ജീവിതത്തിൽ കൊണ്ടുനടക്കണം, എല്ലാം വേണം. അത്തിബർ ഉസ്താദ് ആകാൻ നോക്കരുത് കേട്ടോ, കുറച്ച് ഏറും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല. അത്തിബർ ഉസ്താദ് ആകാൻ വേണ്ടി ശ്രമിക്കരുത്, അത് കുറച്ച് ഏറും. ആകാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞത് ആത്മീയമായിട്ട് ഉയരരുത് എന്നല്ല, കാട്ടിക്കൂട്ടരുത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമല്ല. അതായത് അത്തിപ്പറ്റ ഉസ്താദ് ഒരാളോടൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാലേ അയാളുടെ കൽബ് നോക്കിയിട്ടാ പറയണേ, നമ്മളെന്തോ അലക്ക നോക്കിയിട്ടാ പറയണേ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഏതൊരു മനുഷ്യനും അയാളുടെ മാനദണ്ഡത്തിൽ മാർക്കിടണം, നമ്മളെ മാനദണ്ഡത്തിൽ മാർക്കിടരുത്. പള്ളിക്ക ജമാഅത്ത് ഇങ്ങനെ നടക്കുകയാണെന്ന് വിചാരിക്കാം. ഒരാള് ബസ്സിൽ വന്നിറങ്ങിയിട്ട് പള്ളിക്കത്തെ ജമാഅത്തിന് കയറാതെ ഓന്റെ പെരേക്കാണ് പോയാൽ എന്താ നമുക്ക് തോന്നുക? ആ ചെങ്ങായിക്ക് ജമാഅത്ത് കഴിഞ്ഞിട്ട് പോയാ പോരെ എന്നാണ് തോന്നുക. സത്യത്തിൽ തോന്നേണ്ടത് എന്താണ്? അയാൾക്ക് കക്കൂസ് പോകാണ്ടായിട്ട് ഇക്കാരം എന്നാണല്ലോ തോന്നേണ്ടത്. അതാണ് നല്ല തോന്നല്. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂപ്പര് കൽബക്കാണ് നോക്കിയിട്ടാ പറയണത്, നമ്മളെടുത്ത് നോക്കിയിട്ടാ പറയണേ. അപ്പൊ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ പറയാൻ നിൽക്കണ്ട. മൂപ്പർക്ക് അത് പറയാനുള്ള യോഗ്യത ഉണ്ടായത് കൊണ്ടാണ്. നമുക്ക് എന്തുണ്ടായിട്ടാണ്? അതാണ് ചോദ്യം. അതുകൊണ്ട് അത്തിബർ ഉസ്താദ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. നമ്മൾ അതേമാതിരി ആകാൻ നോക്കരുത്, അത് കുറച്ച് ഏറും. അത് എല്ലായിടത്തും ഫിറ്റ് ആയിക്കോളുന്നില്ല. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, ജമാഅത്തിന് കയറിയില്ല, അയാൾ പെരേക്ക് പോയി. രണ്ടാമത്തെ ദിവസം വന്നിറങ്ങി, അന്നും ഓൻ പള്ളിയേക്ക് ജമാഅത്തിന് കയറാതെ പോയാലോ? എന്നാ പിന്നെ പറഞ്ഞുകൂടെ എന്നാ നമ്മളെ ചോദ്യം. പറയണേന് കുഴപ്പമൊന്നുമില്ല, അത്തിബർ ഉസ്താദിനെമാതിരി ആയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ആലോചിക്കേണ്ടത് ഇന്നലെ മുട്ടിയ സമയത്ത് ഇന്ന് മുട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതേ നേരത്തെ ഇന്നും മുട്ടിയതുകൊണ്ട് ഇക്കാരം എന്നാണ് അപ്പ ആലോചിക്കേണ്ടത്. നമ്മള് പല കാര്യങ്ങളും ഈ രൂപത്തിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ സംഗതി അബദ്ധം പറ്റും. എല്ലാരോടും ഒരേമാതിരി വർത്താനം പറയാൻ പറ്റൂല, എല്ലാ മനുഷ്യനോടും ഒരേമാതിരി വർത്താനം പറയാൻ പറ്റൂല. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ചില സൂക്ഷ്മതകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തിബർ ഉസ്താദിന്റെ ജീവിതം നമ്മൾ ഉൾക്കൊള്ളണം, ആ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളണം. അത്തിബർ ഉസ്താദ് ചെയ്തത് ആത്മാർത്ഥമായി കൽബിലേക്ക് നോക്കിയിട്ടാണ്. നമ്മൾ കാട്ടിക്കൂട്ടൽ ചെയ്തുകൊണ്ട് എരപ്പാകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ യോഗ്യത നമ്മക്കുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മനുഷ്യൻ അവന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാവൂ. യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവർത്തിക്കരുത്, അത് സംഗതി പ്രശ്നം ഉണ്ടാക്കും. നമ്മള് അത്തിബർ ഉസ്താദിന്റെ തൊട്ടടുത്ത നാട്ടുകാർ എന്നുള്ള നിലയിൽ നമ്മളടുത്ത് അങ്ങനെ ഒരു അബദ്ധത്തിന് സാധ്യത കാണുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അല്പം സൂക്ഷ്മത പാലിക്കണം, അല്ലെങ്കിൽ പ്രശ്നവും. സംസാരത്തിലും സൂക്ഷിക്കണം, സംസാരത്തിലും സൂക്ഷിക്കണം. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നിടത്താണ് നമുക്ക് എപ്പോഴും അത്തിബർ ഉസ്താദിനെ കൂടുതലായിട്ട് ഓർമ്മ വരിക. അപ്പൊ നമ്മളെന്താ പറയാ? എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തിട്ട് അത്തിബർ ഉസ്താദിന്റെ സുന്നത്താണ് എന്ന് പറയും. സംഗതി അബദ്ധാണ്, മുത്തുനബിയുടെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തിബർ ഉസ്താദ് സ്വന്തം സുന്നത്ത് ഉണ്ടാക്കിക്കല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഹയാത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉസ്താദ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അത് ഉസ്താദിലേക്ക് ചേർക്കലിനെ. ഉസ്താദ് ഇഷ്ടപ്പെടുന്നത് മുത്തുനബിയിലേക്ക് ചേർക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വർത്താനം പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അബദ്ധത്തിൽ പെടുന്നു പറയാൻ കാരണം. അതുകൊണ്ട് എല്ലാവരും അത്തിബർ ഉസ്താദായിട്ട് അഭിനയിക്കരുത്. ആയോരായാ മതി, അല്ലാത്തൊരു അത്തിബർ ഉസ്താദിന്റെ ശിഷ്യനാകണേന് കുഴപ്പമില്ല, അത്തിബർ ഉസ്താദിന്റെ മുരീദാകണേന് കുഴപ്പമില്ല, അത്തിബർ ഉസ്താദിന്റെ ഹാദിമാകണേന് കുഴപ്പമില്ല. അതിന്റെ അപ്പുറത്തേക്കാണ് പോയാല് സംഗതി വിവരം അറിയുന്നുള്ളത് ആലോചിച്ചിരുന്നാൽ എല്ലാവർക്കും നല്ലതാണ് എന്ന്. അത് മറ്റേനൊന്നും ബാധകല്ല, അത്തിബർ ഉസ്താദിനെ പറഞ്ഞോടത്ത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. കാരണം അത് ശാദുലിയത്തായതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് എന്ന് തോന്നും. ശാദുലിയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ശാദുലിയത്ത് എളുപ്പമുണ്ട് എന്ന് തോന്നും, സത്യത്തിൽ അത് എളുപ്പമുള്ളതല്ല, അത് പ്രയാസമുള്ള ത്വരീഖ് തന്നെയാണ്, വളരെയധികം പ്രയാസമുള്ള ത്വരീഖ് തന്നെയാണ്. കാഴ്ചക്കാർക്ക് എളുപ്പം തോന്നുക മാത്രമേ ഉള്ളൂ, അത് വളരെ പ്രയാസകരമായ ത്വരീഖ് തന്നെയാണ്. അതുകൊണ്ട് അതിലെ ഖൽബ് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഖൽബിലാണ് അതിന്റെ കളി നടക്കുന്നത്. അബുൽ ഹസൻ അലി ശാദുലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് സയ്യിദായ ഒരു മനുഷ്യനാണ്, ലോകത്ത് അറിയപ്പെട്ട വലിയ മനുഷ്യനാണ് അബുൽ ഹസൻ അലി ശാദുലി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ആളുകളുടെ അമലുകൾ ശരിയാവണ്ണം സെറ്റ് ചെയ്തിട്ട് അവർക്ക് ഉന്നതമായ മഖാമിനെ വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. അപ്പൊ ശാദുലിയത്ത് എളുപ്പമാണെന്ന് തോന്നുന്നേ ഉള്ളൂ, സംഗതി എളുപ്പമുള്ളതല്ല. അതിലെ ഖൽബ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കണ്ട ഒരു മനുഷ്യൻ, നമ്മൾ നേർക്ക് നേരെ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അതാണ് മഹാനായ സയ്യിദ് അത്തിബറ്റ് ഉസ്താദ് എന്ന് പറയുന്നത്. അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം, അവരുടെ സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അതേ സമയത്ത് ഞാൻ പറഞ്ഞൊരു വാക്ക് ഏറെയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്, അത്തിബറ്റ് ഉസ്താദായിട്ട് അഭിനയിക്കരുത്, അത് കുറച്ച് ഏറും എന്ന് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. 4 മഹത്തുക്കളെ അനുസ്മരിക്കുന്ന ഒരു സദസ്സാണ്. അതുപോലെ ഈ റബീഉൽ ആഖിറിൽ ഒരുപാട് മഹത്തുക്കളെ നമ്മൾ പറയേണ്ടതുണ്ട്. കോട്ടുമൽ ഉസ്താദ്, മരക്കാർ ഉസ്താദ്, അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ മൺമറഞ്ഞിട്ടുള്ള മാസം കൂടിയാണത്. അല്ലാഹു റബ്ബുൽ ഇന്നലെ ചാവക്കാട് വടക്കേക്കാട് ഇതേപോലെ ഒരു അനുസ്മരണ പരിപാടിക്ക് പോയിരുന്നു. അവിടെ ഷെയ്ഖ് മുസ്ലിയാർ ഉപ്പാപ്പ എന്ന പേരായ ഒരാൾ മറവിട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം റബീഉൽ ആഖിറിലാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മമ്പറം തങ്ങളുടെ ഖാദിയായിരുന്ന കാലില്ലാത്ത ഉപ്പാപ്പ എന്ന് പറഞ്ഞ പുത്തനങ്ങാടിയിൽ മറവിട്ട് കിടക്കുന്ന ആള് റബീഉൽ ആഖിറിലാണ്. ഇതുപോലെ ഒരുപാട് സമസ്തയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ള മാസമാണ് റബീഉൽ ആഖിർ. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. മഹത്തുക്കളായ മുൻഗാമികളോട് പിന്തുടരാൻ അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് മജ്ലിസും നൂറും ദുആയൊക്കെ നടക്കും. ദുആയിൽ എന്നെയും പങ്കു ചേർക്കണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.